ഹലോ ഫ്രണ്ട്സ്, റോക്സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഒരു പുണ്യസ്ഥലത്തേക്കാണ്. പാലക്കാടിൽ നിന്നും ഏതാണ്ട് 220 കിലോമീറ്റർ ദൂരത്തുള്ള ഹരിപ്പാട്ടുള്ള മണ്ണാറശാല അമ്പലത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. പാലക്കാട്ടിൽ നിന്ന് ഏതാണ്ട് 5 മണിക്കൂറോളം ഡ്രൈവ് വരുന്ന സ്ഥലമാണ് ഹരിപ്പാട്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കുള്ള നല്ല സ്ഥലങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി അവിടെയുള്ള നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട്. അത്യാവശ്യം ദൂരം ഉണ്ടെങ്കിൽ പോലും 1 ഡേ ട്രിപ്പിൽ ഒതുക്കാനാണ് ഞങ്ങളുടെ പ്ലാന്. രാവിലെ 7 മണി മുതൽ 11 മണി വരെയും വൈകുന്നേരം 5:30 മുതൽ 7 മണി വരെയാണ് മണ്ണാറശാലയിലെ ടൈമിങ്. അപ്പോൾ എത്ര നേരത്തെ ഇറങ്ങിയാലും രാവിലെയുള്ള ടൈമിങ്സിൽ ഞങ്ങൾക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വൈകുന്നേരത്തുള്ള ടൈമിങ്സാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി വൈകുന്നേരം കുറച്ച് തിരക്കും കുറവായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും സൂട്ടബിളായി തോന്നിയത് വൈകുന്നേരത്തെ സമയമാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ച കണ്ടില്ലേ, എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, റോഡാണ്. എറണാകുളം വരെ അത്യാവശ്യം നല്ല റോഡാണ്. എറണാകുളത്തിന് ശേഷം നല്ല റോഡ് വരുന്നുണ്ട്. മരടിന് ശേഷം ഇപ്പോൾ പുതിയ പാലവും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നല്ല ബ്ലോക്കാണ്. അത്യാവശ്യം മടുപ്പം കൂടിയാണ് ആ വഴിയിലൊക്കെ പോകുന്നത്. നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. വെയിറ്റിലെത്തുന്നതിന് മുമ്പുള്ളൊരു വെജ് റെസ്റ്റോറൻ്റാണ്. നല്ല ആംബിയൻസും നല്ല ഫുഡും, നല്ല എബോവ് സ്റ്റാൻഡേർഡ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ക്വാളിറ്റി ആണെങ്കിലും ടേസ്റ്റ് ആണെങ്കിലും ഒരു രക്ഷയില്ല. നല്ല ഡ്രൈവ് ഉള്ളതുകൊണ്ട് ഞാൻ അധികം ഹെവി ആക്കാൻ നിന്നില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡിൻ്റെ അവസ്ഥ അത്യാവശ്യം കഷ്ടമായിരുന്നു. മരട് എത്തുന്നവരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പണ്ട് ആലപ്പുഴയിലും കോട്ടയത്തൊക്കെ വർക്ക് ചെയ്തിരുന്നപ്പോൾ സ്ഥിരം പോയിക്കൊണ്ടിരുന്ന റൂട്ടാണ്. അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ കൂടി മനസ്സിലുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഫ്ലൈ ഓവറുടെയും റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ ആലപ്പുഴ കഴിഞ്ഞ് അമ്പലപ്പുഴ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് കുറച്ച് സമയമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാനാണ് ഞങ്ങൾക്ക് തോന്നിയത്. ആഴ്ച കാലത്ത് പണി തീർത്ത അത്യാവശ്യം പഴക്കമുള്ള ഒരു ടെമ്പിളാണ് അമ്പലപ്പുഴയിലേത്. കൃഷ്ണഭക്തനായിരുന്ന ചെമ്പകശ്ശേരി പൂരാടം തിരുനാൾ മഹാരാജാവാണ് ഈ ക്ഷേത്രം പണി തീർത്തത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ട്രഡീഷണൽ ഹിസ്റ്ററിയിൽ നല്ലൊരു സ്ഥാനം ഈ അമ്പലത്തിനുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ ട്രഡീഷണൽ വാല്യൂവും ഹിസ്റ്ററിയും ഒക്കെ അറിഞ്ഞ് യാത്ര ചെയ്യുന്നത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ആ കഥകളൊക്കെ കേട്ടിട്ട് ആ ക്ഷേത്ര നഗരിയിലൂടെ ഒന്നിങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്ന ഫീല് വേറെ തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിലുള്ള കാഴ്ചകളൊക്കെ വളരെ രസകരമാണ്. കരകൗശല വസ്തുക്കളും മ്യൂറൽ പെയിൻറ്റിങ്സും വിഗ്രഹങ്ങളും പൂജാദ്രവ്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇവിടെയുള്ള കടകളിലുള്ളത്. യാത്രയിൽ തന്നെ ഞങ്ങൾ ചെറിയൊരു റെഫറൻസായിട്ട് യൂട്യൂബ് പ്ലേ ചെയ്ത് ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കാറുണ്ട്. ആ ഗ്യാദർ ചെയ്ത ഇൻഫർമേഷൻസ് റിലേറ്റ് ചെയ്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾ വല്ലാത്തൊരു അനുഭൂതിയാണ് നമുക്ക് നൽകുക. ഇത് കുഞ്ചൻ നമ്പ്യാർ യൂസ് ചെയ്ത മിഴാവാണ്. വർഷങ്ങൾ പഴക്കമുണ്ട്. ഓട്ടൻതുള്ളൽ എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. പ്രൗഢഗംഭീരമായ ക്ഷേത്ര മതിൽക്കെട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ അത്ഭുതമാണ് തോന്നിയത്. ആ കാലഘട്ടത്ത് ഇതുപോലൊരു നിർമ്മിതി ഉണ്ടാക്കിയവരെ സമ്മതിക്കണം. ഞങ്ങൾ ക്ഷേത്ര പരിസരം മുഴുവനും നടന്നങ്ങ് ആസ്വദിച്ച് കണ്ടു. ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഏക്കർ കണക്കിന് പരന്ന് കിടക്കുകയാണ്. വൈകുന്നേരം ആയതുകൊണ്ടും അത്യാവശ്യം തിക്കും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടും ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നു പോകാൻ നല്ല രസമാണ്. ആവശ്യമില്ലാതെ മോഡേണൈസ് ആക്കാതെ ഈ ട്രഡീഷണൽ നിലനിർത്താനുള്ള ശ്രമം ഓരോ മുക്കിലും മൂലയിലും നമുക്ക് പ്രകടമായി കാണാവുന്നതാണ്. അതിവിശാലമായ ക്ഷേത്രക്കുളത്തും ഒരു രസകരമായ ഒരു കാര്യം ഞങ്ങൾ കണ്ടായിരുന്നു. പതുക്കെ ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാല് മുഴുവനെയും മീനുകൾ വന്ന് വൃത്തിയാക്കി തരും. ഇത് ലുലു മോളിൽ കാണുന്ന പെയ്ഡ് ഫിഷ് തെറാപ്പി അല്ല. നമ്മുടെ സാധാരണ ക്ഷേത്രക്കുളത്ത് കാണുന്ന മത്സ്യക്കുഞ്ഞുങ്ങൾ നമ്മളെ കാലങ്ങ് വൃത്തിയാക്കി തരുന്നതാണ്. നട തുറക്കാൻ കുറച്ചുകൂടെ സമയമുള്ളതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ചുറ്റുള്ള കാഴ്ചകൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയായിരുന്നു. ക്ഷേത്രത്തിൻ്റെ നടയ്ക്ക് മുന്നിലുള്ള ഒരു ചെറിയ മണ്ഡപമാണ്. ഇവിടെ കുറച്ചു നേരം ഇരുന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു ഓർമ്മ വന്നത്, ഭഗവാൻ ശ്രീകൃഷ്ണനൊന്നും നമ്മൾ വാങ്ങിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ ഞങ്ങൾ നേരെ പോയി കുറച്ച് പൂജാ സാധനങ്ങളും മയിൽപീലിയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ശ്രീകൃഷ്ണനെ നടയിൽ സമർപ്പിക്കാനാണ് ഞങ്ങളുടെ പ്ലാന്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നട തുറക്കുന്ന സമയമായി. ഈ സമയത്ത് ഇതിലൂടെ നടക്കുന്നത് വല്ലാത്തൊരു ഫീല് തന്നെയാണ്. ഈ ഒരു പോസിറ്റീവ് ഫീലിന് വേണ്ടിയാണല്ലോ നമ്മൾ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ വരുന്നത്. അകത്ത് കയറി തൊഴുത ശേഷം എന്താണെന്നറിയില്ല, ഞങ്ങളുടെ മൂഡാകെ മാറി. ഞങ്ങളൊരു റിഫ്രഷ്ഡായി, വല്ലാത്ത ഹാപ്പിയായി. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടെ ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് സമയം സ്പെൻഡ് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു ക്ഷേത്ര മതിൽക്കെട്ടൊക്കെ കാണുന്നത്. ഇത്രയും വൈഡ് ഏരിയയിൽ പഴയ ട്രഡീഷണൽ രീതിയിലുള്ള ബിൽഡിങ്ങുകളും, ഇതിൽ പലതും അണ്ടർ മെയിൻ്റനൻസ് ആണ്. പക്ഷേ മോഡേണൈസ് ചെയ്യാതെ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ അമ്പലപ്പുഴ പാൽപ്പായസം വളരെ ഫേമസ് ആണ്.
ഒരുപാട് ബുക്കിംഗ് ഒക്കെ വേണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. പിന്നെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് ഞങ്ങൾ വീണ്ടും വരാമെന്ന് പറഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നീങ്ങി. പോകുന്ന വഴിക്ക് കണ്ട ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമാണിത്. തോട്ടപ്പള്ളി ഫിഷിംഗ് ഹാർബറും അതിനെ അനുബന്ധിച്ചുള്ള ഒരു അഴിമുഖമാണിത്. തൃശ്ശൂർ ചേറ്റുവ അഴിമുഖത്തിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട്. അതുപോലെ തന്നെ മനോഹരമായ ഒരു സ്ഥലമാണിത്. ഇവിടെ നിന്നുള്ളൊരു സൺസെറ്റ് വല്ലാത്തൊരു ഫീലാണ്. അത് കാണാനാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഈ കടൽപ്പാലത്തൂടെ നടന്ന് ഈ ഒരു ലൊക്കേഷനിൽ വന്ന് ഇവിടെയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കും ഈ കാഴ്ചകളൊക്കെ കാണാൻ വളരെ ഇഷ്ടമാണ്. ഇവിടെ നിന്ന് കടലിൻ്റെ മർമ്മര ശബ്ദമൊക്കെ കേട്ട് സൺസെറ്റൊക്കെ ആസ്വദിക്കുന്നത് ഒരു വല്ലാത്ത മെഡിറ്റേറ്റിംഗ് ഫീൽ തന്നെയാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചോളം എത്ര കണ്ടാലും മതി വരാത്ത ഒരു പ്രതിഭാസമാണ് കടൽ. കടലിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം ആസ്വദിച്ച് നിന്നു. നിങ്ങൾക്കും ഇതുപോലുള്ള വർണ്ണ കാഴ്ചകൾ ഇഷ്ടമാണെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇട്ടാവട്ടത്ത് തന്നെ എത്ര ഭംഗിയുള്ള സ്ഥലങ്ങളാണല്ലേ. ഇതൊന്നും ആസ്വദിക്കാതെ എന്ത് ലൈഫാണല്ലേ. എത്ര കണ്ടാലും മതി വരില്ല ഈ കാഴ്ചകളൊക്കെ. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ. ഈ നാച്ചുറൽ ക്യാൻവാസ് കണ്ടില്ലേ, എത്ര വർണ്ണങ്ങളാണല്ലേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു രക്ഷയുമില്ലാത്ത അസാധ്യ ഫ്രെയിമുകളാണ്. എന്തായാലും മണ്ണാറശാലയ്ക്ക് പോകുന്ന വഴിക്ക് ഇതുപോലുള്ള രസകരമായ കാഴ്ചകൾ കണ്ടത് ഒരു ഭാഗ്യമായിട്ട് വേണം കരുതാനായിട്ട്. കുറച്ചു നേരം നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്തപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ദശാവതാരം സിനിമയിൽ കടൽ തിരിച്ചു കൊണ്ടുവന്ന പ്രതിമ പോലെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തായാലും അതാവാൻ വഴിയില്ല. പൊട്ടിയ വിഗ്രഹങ്ങളൊക്കെ കടലിൽ ഒഴുക്കാറുണ്ട്. അങ്ങനെ വലയിലോ മറ്റോ കുടുങ്ങിയിട്ട് ആർക്കെങ്കിലും കിട്ടി ചുമ്മാ അവിടെ കൊണ്ടുവച്ചതായിരിക്കും. ഇവിടുന്ന് ഏകദേശം 20-25 മിനിറ്റ് വേണം മണ്ണാറശാലയിലേക്ക് എത്താൻ. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. മണ്ണാറശാല അമ്പലത്തിലെ വൈകുന്നേരത്തെ സമയം 5:30 മുതൽ 7:30 വരെയാണ്. അപ്പോൾ 7:30 കഴിഞ്ഞാൽ നട അടയ്ക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം മണ്ണാറശാലയിലേക്ക് എത്തി. ഇവിടെയാണെങ്കിൽ അത്യാവശ്യം ലൈവാണ്, കുറേ ആളുകളുണ്ട്. നല്ലൊരു ആംബിയൻസ് ഉള്ള ക്ഷേത്രമായിട്ടാണ് ഒറ്റ നോട്ടത്തിൽ എനിക്ക് തോന്നിയത്. ഇത് ഒരു ബേസിക്കലി ഇല്ലമാണ്, പിന്നീടാണ് ക്ഷേത്രമായിട്ട് മാറിയത്. ഒരുപാട് വള്ളിക്കുടലുകളും സർപ്പക്കാവുകളും കാടും ഒക്കെയുള്ള ഒരു വലിയൊരു ക്ഷേത്രമാണ് മണ്ണാറശാലയിലത്. എത്ര ലേറ്റായാലും എത്ര ഇരുട്ടായാലും ഈ ക്ഷേത്രം മൊത്തം നടന്ന് കണ്ട് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. ഇതിലെ ഓരോ കാവിൽ പോയി നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും വല്ലാത്തൊരു അനുഭൂതിയാണ് നമുക്ക് നൽകുന്നത്. ഈ ഡാർക്ക്നെസ്സും അവിടെയുള്ള ആംബിയൻസും ഞങ്ങളെ വല്ലാത്ത എക്സൈറ്റഡ് ആക്കി. ആ എക്സൈറ്റ്മെൻറ്റ് മാറാതെ എല്ലാ ഇടവഴിയിലൂടെയും ഞങ്ങൾ നടന്ന് ഓരോ കാവിലും ഞങ്ങൾ ചെന്ന് തൊഴുത് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പകൽ പോലും ആളുകൾ പോകാൻ പേടിക്കുന്ന അത്യാവശ്യം സർപ്പങ്ങളുടെ സാന്നിധ്യമൊക്കെ ഉള്ള ഒരു കാട്ടിലൂടെയാണ് ഞങ്ങൾ നടന്നത്. പിന്നെ ക്ഷേത്ര പരിസരമൊക്കെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്, അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട. പിന്നെ നമ്മൾ മനസ്സിനകത്തൊരു വിശ്വാസം കൂടി ഉണ്ടല്ലോ, നമ്മൾ സേഫായിരിക്കും എന്നുള്ളതിൻ്റെ. ആ വിശ്വാസം തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അത് ഈ സിറ്റുവേഷനിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അറിയാതെ വഴികളിലൂടെ സഞ്ചരിക്കാൻ ധൈര്യം നൽകുന്നത് ഈ വിശ്വാസം തന്നെയാണ്. അങ്ങനെ ഇവിടുത്തെ നാഗങ്ങളുടെയൊക്കെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇന്നത്തെ യാത്രയിൽ നമുക്ക് ലഭിച്ചത്. നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.